Hi friends, welcome all. In this video, we are going to discuss a question from analytic functions, and the question is given by that f of z is equal to u of x comma y plus iv of x comma y be a complex function. Suppose that f of z and its conjugate f of z bar are both analytic in a given domain D. Then show that f of z is constant throughout the domain D. നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് കൂടാതെ അതിന്റെ കോൺജുഗേറ്റും അനാലിറ്റിക് ആണെന്ന് ഗിവൺ ആണെങ്കിൽ ഗിവൺ ഡൊമൈനിൽ ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് മാറും എന്നുള്ള ഒരു റിസൾട്ട് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. കോംപ്ലക്സ് അനാലിസിസിലെ അനാലിറ്റിക് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള റിസൾട്ട് ആണ് ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷനും അതിന്റെ കോൺജുഗേറ്റും അനാലിറ്റിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമേ വരുള്ളൂ എന്നുള്ളത്. അതായത് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ അനാലിറ്റിക് ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കില്ല, ഒരിക്കലും അനാലിറ്റിക് ആയിരിക്കില്ല എന്നുള്ള ഒരു റിസൾട്ടും നമുക്ക് ഈ ഒരു റിസൾട്ടിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പറയാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളത് ഗിവൺ കണ്ടീഷൻസ് എഫ് എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട് യു പ്ലസ് ഐ വി വിച്ച് ഈസ് അനാലിറ്റിക് ഇൻ ദ ഡൊമൈൻ ഡി ആൻഡ് എഫ് ബാർ ഈസ് ഗിവൺ ബൈ യു മൈനസ് ഐ വി. ദ കോൺജുഗേറ്റ് ഓഫ് എഫ് ഈസ് ഗിവൺ ബൈ യു മൈനസ് ഐ വി വിച്ച് ഈസ് ഓൾസോ അനാലിറ്റിക് ഇൻ ദ ഡൊമൈൻ ഡി. ആസ് എഫ് ഈസ് എ function which is analytic in the domain D, for every z belongs to D, the function f must be differentiable at that point. നമ്മൾ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിലൊക്കെ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. Therefore, for every z belongs to D, f must be differentiable at that point. That means f must satisfy the Cauchy-Riemann equations at that point. Since f is analytic in D, f satisfies the CR equations at all points in D. f analytic ആണ്, അതായത് f എന്നുള്ള ഫംഗ്ഷൻ ഡിയിലുള്ള ഏതൊരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആണ്, ആ പോയിന്റിലൊക്കെ കോഷി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. നമ്മൾ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കാം. നൗ വി ഹാവ് എഫ് ബാർ ഈസ് ഓൾസോ അനാലിറ്റിക് ഇൻ ദ ഡൊമൈൻ ഡി. ഈ എഫ് ബാറിനെ നമ്മൾ ക്യാപിറ്റൽ യു പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി എന്നുള്ള ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാണെന്ന് കരുതുക. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ യു ഈസ് സ്മോൾ യു ആൻഡ് ക്യാപിറ്റൽ വി ഈസ് സ്മോൾ മൈനസ് വി, മൈനസ് ഓഫ് സ്മോൾ വി. Therefore, the capital F bar which is given by u minus iv, that is equal to capital U plus I capital V, is analytic in the domain D. Therefore, the function capital U plus I V must satisfy the Cauchy-Riemann equation. That means ux equal to vy and uy equal to minus vx. This will implies ux എന്ന് പറഞ്ഞാൽ എന്താ വരിക, small ux, that is equal to vy. Vy means minus of vy, and this will imply capital Uy, that is equal to small uy, and minus of capital Vx. Capital Vx is minus small vx, and minus of capital Vx is plus Vx. Therefore, small uy equal to Vx. This can be written as equation number 3, and this can be written as equation number 4. സോ നമുക്ക് എഫ് എന്നുള്ള ഫംഗ്ഷന്റെ അനാലിറ്റിസിറ്റിയും എഫ് ബാർ എന്നുള്ള ഫംഗ്ഷന്റെ അനാലിറ്റിസിറ്റിയും ഉപയോഗിച്ച് ഡി എന്നുള്ള ഡൊമൈനിലെ ഏതൊരു പോയിന്റും ചൂസ് ചെയ്യുകയാണെങ്കിൽ
ആ പോയിന്റിൽ എഫും എഫ് ബാറും ഡിഫറൻഷ്യബിൾ ആണ് അനാലിറ്റിക് ആയത് പ്രകാരം എഫിന്റെ അനാലിറ്റിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. എഫ് ബാറിന്റെ അനാലിറ്റിസിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. യു എക്സ് ഈക്വൽ ടു മൈനസ് വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു വി എക്സ്. ഇനി നമുക്ക് നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3യും കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ഉം 3യും കമ്പയർ ചെയ്യുന്ന സമയത്ത് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് ഇക്വേഷൻ നമ്പർ 3 യു എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് വി വൈ. ഈ രണ്ട് ഇക്വേഷൻസും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ആഡ് ചെയ്യാണെന്ന് കരുതാം. ഈ രണ്ട് ഇക്വേഷൻസ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്താൽ 2ux വരും. വി വൈ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് യു എക്സ് ഈക്വൽ ടു 0 വരും. ദാറ്റ് മീൻസ് യു എക്സ് ഈക്വൽ ടു 0. Therefore, by 1 and 3 we have ux equal to 0. Similarly, 2ഉം 4ഉം വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് വരും? 2 പറയുന്നത് uy ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. 4 പറയുന്നത് uy ഈക്വൽ ടു വി എക്സ് ആണ്. ഇതേപോലെ രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് uy 2uy ഈക്വൽ ടു മൈനസ് വി എക്സ് പ്ലസ് വി എക്സ് ക്യാൻസൽ ചെയ്ത് 0 വരും. uy ഈക്വൽ ടു 0. സോറി, നമുക്ക് ഇവിടെ യുടെ ഇക്വാലിറ്റി അല്ല വരേണ്ടത്. ഈ ഒരു ഇക്വേഷൻസ് കിട്ടും. അതേപോലെ യുവൈൻ്റെത് പറയാതെ നമുക്ക് മറ്റൊരു രൂപത്തിൽ യുവൈൻ്റെ വെച്ചിട്ടും പറയാം. നമ്മൾ മറ്റൊരു രൂപത്തിൽ ഡിസ്കസ് ചെയ്യാം. 2ഉം 4ഉം വെച്ചിട്ട് നമുക്ക് uy ഈക്വൽ ടു മൈനസ് വി എക്സ് ആൻഡ് ബൈ 4 uy ഈക്വൽ ടു വി എക്സ്. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് കരുതാം. ഇതിന് ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് യുവൈകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് 0 വരും. 0 ഈക്വൽ ടു മൈനസ് വി എക്സ്, അതായത് മൈനസ് 2vx ഈക്വൽ ടു 0 വരും. ദാറ്റ് വിൽ ഇംപ്ലൈസ് vx ഈക്വൽ ടു 0. ഹെൻസ് we have by 1 and 3 we have ux equal to 0 and by 2 and 4 we have vx equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് ux equal to 0 എന്നും കിട്ടി, vx equal to 0 എന്നും കിട്ടി. And we have, if a function differentiable at a point z, then the derivative at that point is given by ux plus I vx. f dash of z is given by ux plus I vx. So നമ്മൾ z എന്നുള്ള പോയിന്റ് ഡൊമൈനിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ for every points in the domain D, the derivative f dash z is equal to ux plus I vx, and we have ux is 0 and vx is 0. Therefore 0 plus I into 0, that is equal to 0. Hence we have f dash of z is equal to 0 throughout the domain D. നമ്മൾ ചൂസ് ചെയ്ത ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. സോ by using our conditions, we claimed that f dash z is equal to 0 throughout the domain D, where D is the given domain. ഓക്കെ, അപ്പൊ നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ് 0 ആണ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ 0 ആണെന്ന് പ്രൂവ് ചെയ്തു ത്രൂ ഔട്ട് ദി ഡൊമൈൻ ടി. ഇനി നമ്മൾ ഈ ഒരു റിസൾട്ട് കോംപ്ലക്സ് അനാലിസിസിലെ മറ്റൊരു റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്നുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്ത ഈ ഒരു റിസൾട്ട് കോംപ്ലക്സ് അനാലിസിസിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. And the result is given by, if f dash of z is equal to 0 everywhere in the domain D, then f of z must be constant throughout the domain D. ഏതെങ്കിലും ഒരു ഡൊമൈനിന്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും ഡൊമൈനിൽ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഡൊമൈനിൽ ഫംഗ്ഷൻ അനാലിറ്റിക്, ആ ഡൊമൈനിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 0 ആണ് ത്രൂ ഔട്ട് ദ ഡൊമൈൻ ഡി. ഹെൻസ് ബൈ ദിസ് റിസൾട്ട് വി ഹാവ് ദ ഫംഗ്ഷൻ, ഹെൻസ്
by this result we have f is constant. നമുക്ക് given ആയിട്ടുള്ള ഫംഗ്ഷൻ f ആയിരുന്നു. ആ f എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഡൊമൈൻ d എന്ന് കാണിച്ചു. Then by using this result we can conclude that the function f must be constant. അപ്പൊ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് f കോൺസ്റ്റന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഈ ഒരു റിസൾട്ടിന്റെ പ്രൂഫ് എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഡി എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റിൽ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ ത്രൂ ഔട്ട് ആ സെറ്റ് തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള റിസൾട്ട് ആണ് പറയുന്നത്. ആ ഒരു റിസൾട്ടിന്റെ പ്രൂഫ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. If the conjugate of a function and the given function is both are analytic, then the function must be constant. അതായത് എഫും എഫ് ബാറും അനാലിറ്റിക് ആണെങ്കിൽ എഫ് എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷന് ഒരിക്കലും എഫും എഫ് ബാറും അനാലിറ്റിക് ആവാൻ പറ്റൂല. സോ ഇഫ് വി ആർ ഗിവൺ എ ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് നോൺ കോൺസ്റ്റന്റ് and we are known that the function is analytic, then we can easily say about the function f bar. f എന്നുള്ള ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് തന്നു. അയാൾ അനാലിറ്റിക് ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എഫ് ബാറിന്റെ അനാലിസിറ്റി പെട്ടെന്ന് പറയാം. എഫ് ബാർ എന്താകൂല? ഒരിക്കലും അനാലിറ്റിക് ആയിരിക്കൂല. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻസ് വെച്ചിട്ട് അതിന്റെ കോൺജുഗേറ്റ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. That's why this result is very very important. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് മറ്റു വീഡിയോസിലും മറ്റു സെഷൻസുമായിട്ട് മീറ്റ് ചെയ്യാം. ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.